Hi dear children, today we are going discussing about the remaining topics of quadratic equation. Many concepts we have discussed how we can solve a quadratic equation. എങ്ങനെയാണ് നമ്മൾ ഒരു quadratic equation അല്ലെങ്കിൽ സോൾവ് ചെയ്യാന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. How we can use the splitting method. എങ്ങനെയാണ് splitting method ഉപയോഗിക്കുന്നത് യൂസ് ചെയ്തിട്ടുണ്ട്. Now we can do some word problems. ചില word problems നോക്കാം നമുക്ക്. That is in your textbook exercise 4.2 third problem നമുക്ക് ഡിസ്കസ് ചെയ്യാം. Find two numbers whose sum is 27 and product is 182. Find the sum of find two numbers whose sum is രണ്ട് നമ്പേഴ്സ് കാണണം. അതിന്റെ സം എത്രയെന്ന് പറഞ്ഞു. what is the sum of this? sum is 27 and product is 182. Okay, so let one number be x. Okay, one number നമ്മൾ x എടുത്തു. Then the other number be എന്ത് വരും? രണ്ട് നമ്പറിന്റെ സമ്മ് 27 ആണ്. ഓക്കെ, then the other number be 27 minus x. How we can find like this? എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഒരു നമ്പർ എക്സ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്പർ 27 മൈനസ് എക്സ് എന്നെങ്ങനെ കിട്ടുക? ബിക്കോസ് ദ സം ഈസ് ഹൗ മച്ച് 27 അല്ലെ, രണ്ട് നമ്പറിന്റെയും സമ്മ് 27 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ എക്സ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്പർ ആ സമ്മിൽ നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. മറ്റേ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരുമായ നമ്പർ അല്ലെ. രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 9 ആണെന്ന് വിചാരിക്കുക. വൺ നമ്പർ ഈസ് 5, അടുത്ത നമ്പർ 4 ആണെന്ന് കിട്ടുക. 9 മൈനസ് 5 you will get 4 അല്ലെ. The same method we are following. So here 27 minus x is the other number. And the product, what is the product? Product എന്ന് പറഞ്ഞാൽ x into 27 minus x equal to 182 അല്ലെ. is how much? 182. ഒരു നമ്പർ x ആണെങ്കിൽ മറ്റേ നമ്പർ എന്ത് വരും? 27 മൈനസ് x എന്ന് വരും. ഓക്കെ, സോ ഈക്വൽ ടു 182. Okay, that is equal to 182. X into 27 minus x equal to 182. Okay, so this is the product. How we can multiply this? We need to multiply with each numbers. അല്ലെ, ഓരോ നമ്പർ കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. So x into 27. What you are getting? First of all, x into 27 കിട്ടും 27x minus x into x square equal to 182 അല്ല, ഇങ്ങനെയല്ല വരിക. ഇനി you need to make this positive. ഈ x square നമുക്ക് പോസിറ്റീവ് ആക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഈ ടേംസ് ഒക്കെ നമുക്ക് അതർ സൈഡിലേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും? 108. Here you can see that 27x minus x square equal to 182 എന്ന് വരും. So here 27x minus x square plus 182 എടുക്കുമ്പോൾ minus 182 equal to 0. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓർഡർ അല്ല. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏത് സമയത്തും എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കണം. എക്സ് സ്ക്വയർ ഷുഡ് ബി പോസിറ്റീവ്. അങ്ങനെ നമ്മുടെ ഇതില് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി അല്ലെ. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് എക്സ് സ്ക്വയർ ഈസ് മൈനസ്. എക്സ് സ്ക്വയർ എന്തായാലും കാണുന്നത് മൈനസ് ആയിട്ടാണ് കാണുന്നത്. സോ ഇത് പോസിറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ മൈനസ് കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ മൂന്ന് ടേം മൈനസ് കൊണ്ട് യു ഷുഡ് മൾട്ടിപ്ലൈ. സോ നിലവിൽ എക്സ് സ്ക്വയർ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോസിറ്റീവ്. And here 27x is positive. അത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 27x. ഇനി മൈനസ് 182 പ്ലസ് 182 ഈക്വൽ ടു 0 അല്ലെ. മൈനസ് 182 will become plus 182. ഇനി ഇതിന് പകരം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പകരം യു ക്യാൻ ടേക്ക് ഇൻ ദാറ്റ് സൈഡ് അല്ലെ. ഇതൊക്കെ സൈഡ് മാറ്റിയാൽ മതി. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്? സോ മൈനസ് എക്സ് സ്ക്വയർ അല്ലെ, മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ ഓൾവേസ് എന്താക്കണം? പോസിറ്റീവ് ആക്കി നമ്മൾ നിർത്തണം. ഓക്കെ, സോ ദിസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതാണ് ഇവിടുത്തെ എന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നൗ യു ക്യാൻ യൂസ് ദ സ്പ്ലിറ്റിംഗ് മെത്തേഡ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്പ്ലിറ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് we can solve this. So when we are adding two numbers we need to get minus 27 അല്ലെ.
when we are multiplying the numbers 182, നമ്മൾ രണ്ട് നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ we need to get minus 27. When we are multiplying the same numbers, we need to get 182. So we need to find which are the numbers. ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ നമ്പേഴ്സ് ആർ, നിങ്ങൾ ഇതിന്റെ മൾട്ടിപ്ലിസ് എഴുതിയാൽ മതി. സോ -13ഉം -14ഉം ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് നോക്കി നോക്കൂ, നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് -27. യു ക്യാൻ മൾട്ടിപ്ലൈ -13 into -14, you will get 182. So you can use the splitting method. നിങ്ങൾക്ക് ഇത് സ്പ്ലിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സോ x² minus 13x minus 14x plus 182 equal to 0 അല്ല, സ്പ്ലിറ്റ് ചെയ്തു. സോ ഇത് നമുക്ക് x² പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് x പുറത്തേക്ക് എടുക്കാം. സോ x into x minus 13 minus 14 into x minus 13 equal to 0. നോക്കി നോക്കൂ, x into x, x² minus 13 into x, 13x minus 14 into x, minus 14x minus 14 into minus 13, minus into minus plus 182 equal to 0. So x minus 13 outside എടുത്തു. So x minus 14 equal to 0. So x minus 13 equal to 0. X minus 14 equal to 0. So x equal to 13, x equal to 14. Okay, x equal to 13 and x equal to 14. Hence the numbers are, which are the numbers? ഏതൊക്കെ ആയിരിക്കാം നമ്പേഴ്സ്? സം 27ഉം അതേപോലെ തന്നെ പ്രോഡക്റ്റ് 182മായിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെ വരിക? യെസ്, 13ഉം 14ഉം. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദിസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു വേർഡ് പ്രോബ്ലം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു വേർഡ് പ്രോബ്ലം നമ്മൾ നിലവിൽ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. വി ഷുഡ് ഗോ ത്രൂ ദിസ്. ഈ ഒരു ഇക്വേഷൻസിലൂടെയൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പോകണം. അതർവൈസ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. Next one, solution of a quadratic equation by completing the squares. അത് നമുക്ക് എടുക്കാം. അതിന്റെ മുന്നേ നമുക്ക് one method is there, that is use quadratic equation. എങ്ങനെയാണ് നമ്മൾ quadratic equation? Okay, quadratic equation എന്താണ്, എങ്ങനെയാണ് നമ്മൾ quadratic equation ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ടെക്സ്റ്റിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഹൗ വി ക്യാൻ ഡു ദറ്റ് പ്രോബ്ലം. സോ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. സോ ax² plus bx plus c equal to c. This is the general form of a quadratic equation. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോമാണിത്, ax² plus bx plus c. ഇനി നമ്മൾ നേരത്തെ എക്സ് കാണാൻ മെനി മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, ദാറ്റ് ഈസ് അത് വൺ ഈസ് ലോങ് ഡിവിഷൻ മെത്തേഡ് ആൻഡ് വൺ കംപ്ലീറ്റ്. അത് ഞാൻ എടുത്തിട്ടില്ല, കാരണം അത് മിക്കവാറും എലിമിനേറ്റ് ചെയ്യും. ആസ് പെർ CBSE 30% ഡിഡക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. സോ ദ ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് ഡിഡക്റ്റഡ്. വി ഡോണ്ട് നോ വാട്ട് അബൌട്ട് ദിസ് ഇയർ. സോ അത് ഡിഡക്ട് ചെയ്തില്ല നമുക്ക് എടുക്കാം. കുറച്ചൊരു ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുക, അതുകൊണ്ടാണ് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത് നോക്കാം. ഇങ്ങനെ ax² plus bx plus c equal to 0, ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എക്സ് കാണാം, മീൻസ് സൊല്യൂഷൻ കാണാനുള്ള ഫോർമുലയാണ് -b plus or minus √b² minus 4ac by 2a. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. x equal to -b plus or minus √b² minus 4ac by 2a. You can see in your textbook x equal to -b plus √b² minus 4ac by 2a and -b minus √b² minus 4ac
by 2a. ഇത് രണ്ടും സെയിം തന്നെയാണ്, കാരണം പ്ലസ് ഓർ മൈനസ് ഇവിടെ ഇട്ട് ഒരുമിച്ച് എഴുതി. ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഇൻ സെപ്പറേറ്റ്, അല്ല സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ദാറ്റ് ഈസ് ഓൺലി ദ ഡിഫറൻസ്. ഓക്കെ, ഇനി b square minus 4ac, if b square minus 4ac greater than or equal to 0, then അതിന്റെ റൂട്ട്സിന്റെ ഒക്കെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓക്കെ, if b square minus 4ac less than 0, the equation will be no real roots. Okay, so b square minus 4ac equal to 0, then real roots. That things you should understand. That is the nature of roots. അതിനെ നമ്മൾ പറയാം nature of roots. അതിന്റെ nature എന്താണെന്നുള്ള സാധാരണ ചോദിക്കുന്നുണ്ട്. That you should understand. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. So we can discuss one problem based on this. So you should write these notes in your textbook. പേജ് നമ്പർ 83. 83-ൽ കുറച്ച് ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. What is quadratic equation? So ax square plus bx square plus bx plus c equal to 0. Then x equal to, you can see in the textbook page number 83, minus b plus or minus root of, ഞാൻ ബോർഡിൽ എഴുതിയുണ്ടല്ലോ, that you should copy to your notebook. നിങ്ങളുടെ നോട്ടിലേക്ക് അത് കോപ്പി ചെയ്യണം. That is called quadratic formula. എന്താ വിളിക്കുന്നത് നമ്മള്? Quadratic formula. Quadratic formula. So how we can find a how we can solve a problem based on this? എങ്ങനെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ 13 പിന്നെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 85, 85-ൽ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലിസൺ, ദാറ്റ് ഈസ് 3x square minus 3x square minus ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ which one? Example 13 in your textbook page number 85. Find the roots. Okay, so 3x square minus 5x plus 2 equal to 0. How we can do this? ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കി നോക്കുക കേട്ടോ. So here 3x square minus 5x plus 2 equal to 0. We need to find the value of x. അല്ലെ, നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. സോ എങ്ങനെ നമുക്ക് എക്സിന്റെ വാല്യൂ കാണാൻ പറ്റും നോക്കുക കേട്ടോ. സോ എക്സ് ഈക്വൽ ടു ഫോർമുല മൈനസ് ബി, അല്ലെ, എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഓക്കെ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac by 2a. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും നോക്കുക. 3x square minus 5x plus 2 equal to 0. സോ ഇത് ഏത് ഫോമിലാണ്? ax square plus bx plus c equal to 0. ഈ ഒരു ഫോർമാറ്റിലാണ് അല്ല. എന്താണ് ഇവിടെ a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് x square ആണ്, ദാറ്റ് ഈസ് 3. What is b? b equal to coefficient of x ആണ്, that is minus 5. What is c here? c equal to 2. അല്ല, c is the constant term. അല്ല, c is the constant term. That is a equal to 3, b equal to minus 5. അല്ല, കാരണം ഇവിടെ പ്ലസ് ആണ്, മൈനസ് വന്നുകൊണ്ടാണ് മൈനസ് 5 എന്ന് എടുക്കുന്നത് കേട്ടോ. ആൻഡ് c equal to എന്താ വരിക? 2. Now what you can do? ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? എയും ബിയും സിയും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ കാണണം അല്ല. ബി സ്ക്വയർ മൈനസ് 4ac we need to calculate. So here what is b square minus 4ac? നമ്മൾ ആദ്യം ഈ റൂട്ടിനുള്ളിലുള്ള ചെയ്തിരിക്കണം. ബി സ്ക്വയർ മൈനസ് 4ac. What is b square? ഏതാ b square? മൈനസ് 5 whole square minus 4 into what is a? എന്താണ് ഇവിടെ a എന്ന് പറഞ്ഞത്? a എന്ന് പറഞ്ഞത് 3 ആണ് അല്ലെ. 3 into what is c? 2. So minus 5 square means minus 5 into minus 5 25. 5 square 25 minus 4 into 3 12. 12 into 2 24.
equal to 1. That is greater than 0 ആണ് അല്ലെ. 25 minus 24 equal to 1. That is greater than 0 അല്ലെ. 0-നെക്കാട്ടിലും എന്താ പറഞ്ഞത്? That is greater അല്ലെ. 0-നെക്കാട്ടിലും വലുതാണ് അല്ലെ. സോ x equal to, ഇനി നമുക്ക് എന്ത് കാണാൻ പറ്റും? x equal to minus b plus or minus അല്ലെ. മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരിക? മൈനസ് ഓഫ് മൈനസ് 5. കറക്റ്റ് അല്ലേ? മൈനസ് ഓഫ് മൈനസ് 5 ആണ് വരിക. മൈനസ് ഓഫ് മൈനസ് 5 ആണ് മൈനസ് ബി. കാരണം എന്താ? ഓൾറെഡി ബി ഈസ് മൈനസ് അല്ലെ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് what is b square minus 4ac? That is already given here 1 അല്ലെ. നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടി b square minus 4ac is 1 ആണ് കിട്ടി. by 2a. 2a എന്ന് പറഞ്ഞാൽ 2 into what is a? 3 അല്ലെ. എത്രയാണ് നിലവിൽ നമുക്ക് അറിയുന്നത്. ഇനി ഫോർമുല മായ്ക്കാം. മൈനസ് ഓഫ് മൈനസ് 5. what is minus of minus 5? that is 5 plus or minus root 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. by 2 into 3 6. so here 5 plus 1 by 6 or 5 minus 1 by 6. x you can see that two values അല്ലെ. x ന് രണ്ട് വാല്യൂസ് നിലവിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെ. you can see that two values for x. x ന് രണ്ട് വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത്. so 5 plus 1 എന്ന് പറഞ്ഞാൽ 6 by 6. 5 minus 1 4 by 6 equal to 1 or 2 by 3 അല്ലെ. you can see that two values 1 x equal to 1 or 2. so the roots are 1 and 2 by 3 അല്ലെ. therefore the roots are 1 and 2 by 3. so you can do the problems by this formula. ഈ ഒരു ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിലവിൽ. ഓക്കെ. സോ വെരി ഈസിയാണ്. സ്പ്ലിറ്റ് മെത്തേഡിനേക്കാളൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ആം ഗിവിംഗ് സം ഹോംവർക്സ് ഫോർ യു. സോ പേജ് നമ്പർ അതിൽ തന്നെ വേറെ പ്രോബ്ലംസ് ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ആ ഒരു ടെക്സ്റ്റ് ബുക്കില് എക്സസൈസ് 4.3 പേജ് നമ്പർ 87 പേജ് നമ്പർ 87 നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എക്സസൈസ് 4.3 എക്സസൈസ് 4.3 ഫസ്റ്റ് 1 ഫൈൻഡ് ദ റൂട്ട്സ് യൂസിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇഫ് ദ എക്സിസ്റ്റ് by the method of completing the squares എന്നുണ്ട്. completing the squares അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് 2x square minus 7x plus 3 അതേപോലെ തന്നെ 2x square plus x minus 4 equal to 0 രണ്ട് നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ സോൾവ് ചെയ്യുക കേട്ടോ. നിങ്ങൾ എങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ഓക്കെ. താങ്ക് യു. എനി ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട്.